നാദുല പാസിൽ നിന്നും തിരിച്ച് സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാങ്ടോക്കിലേക്ക് ഇറങ്ങി വരുന്ന വഴി ഉച്ച സമയമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായി ഒരു ചെറിയ ജംഗ്ഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ചെറിയ കൊച്ചു കൊച്ചു റെസ്റ്റോറൻറ്റുകൾ, ഇവിടുത്തെ തനതായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ, തകരം മേഞ്ഞ മേൽക്കൂരകൾ, ഇതാ മലനിരകൾ, അതിൽ കൂടി ഉയർന്നു പൊങ്ങുന്ന കോടമഞ്ഞാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുഖകരമായിട്ടുള്ള കാലാവസ്ഥ. ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി ഇതാ വലിയ ഉയർന്ന മലനിരകളിൽ കോടമഞ്ഞ്. ഞാൻ ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ധാരാളം വാഹനങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ധാരാളം തണുപ്പ് വസ്ത്രങ്ങൾ, കമ്പിളി പുതപ്പുകൾ, തണുപ്പിനെ അതിജീവിക്കാനുള്ളതെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ ഒരു ഹോട്ടൽ. ഇവിടുത്തെ സവിശേഷമായൊരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാ ലിക്കർ ബോട്ടിൽസാണ്. സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ലിക്കർ ബോട്ടിൽസ്. ഇത് നമുക്ക് എല്ലാ പെട്ടിക്കടകളിലും ഇവിടെ അവൈലബിൾ ആണ്. ഇതിവിടെ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നതാണ്. വളരെ ടാക്സ് ഫ്രീ ആണ്. ഇവിടെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് എല്ലാവിധത്തിലുള്ള ബ്രാൻഡഡ് ലിക്കേഴ്സും വാങ്ങിക്കാൻ കിട്ടും. ഇത് 11,000 അടി ഉയരത്തിലാണെന്ന് ആലോചിച്ച് നോക്കണം. 11,000 ഇന്ത്യയിലെ 11,000 അടി ഉയരത്തിലാണ് ഈ ഷോപ്പിൽ. നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് താല്പര്യമുള്ളവർക്ക് 1-2 പെഗ് ലിക്കറാവാം. മാജിക് മൊമെൻറ്റ്സ് ഫുൾ ബോട്ടിലിനൊക്കെ വെറും 700 രൂപ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുപോലെ തന്നെ ക്വാർട്ടർ ചെറിയ ബോട്ടിൽസൊക്കെ കിട്ടും. ഓക്കെ, ഞാൻ ഇവരുടെ കിച്ചൺ കാണിച്ചു തരാം. ഒരു ഫാമിലിയാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. ഒരു വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മൾ അടുക്കളയിലേക്ക് കയറി അവരുടെ ഭക്ഷണം എടുത്തത്. നമുക്ക് വളരെ നല്ല രീതിയിൽ അവർ സൗഹാർദ്ദപരമായിട്ട് തന്നെ ഭക്ഷണമൊക്കെ പാകം ചെയ്തു തന്നു. ഇതാ ഈ മാഡമാണ് ഇവിടുത്തെ കുക്ക്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, നമ്മൾ മോമോസ്, അതുപോലെ തന്നെ റൈസ്, അങ്ങനെ പല വിഭവങ്ങളാണ് നമ്മൾ കഴിച്ചത്. ഇതാ ഞങ്ങളുടെ സംഘാംഗങ്ങളുണ്ട്. മോമോസ് കഴിക്കുന്നു. എന്തായാലും ഈ 11,000 അടി ഉയരത്തിൽ സുന്ദരമായൊരു ചെറിയ റെസ്റ്റോറൻറ്റിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് വളരെ ആസ്വാദികരമായിട്ടുള്ള ഒരു അനുഭവമാണ്. നല്ല സുഖകരമായൊരു കാലാവസ്ഥ ഇവിടെയുള്ളത്. എല്ലാവരും തണുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. ഈ ജനലിൻ്റെ ഇവിടെ നമുക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ താഴ്വരകളും ഗർത്തങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, നല്ല വ്യൂ ആണ് പുറത്തേക്ക്.